ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള കൊല്ലങ്കോടാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി പ്ലേസാണ് കേട്ടോ. മലകളും പൂക്കളും ഒക്കെ ആയിട്ട് മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടെയാണ് കേട്ടോ. മാക്സിമം നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു 1 ഡേ ട്രിപ്പിനെങ്കിലും അവിടെ പോയിട്ട് നല്ലപോലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. ഇത് അതിൻ്റെ മുമ്പിലുള്ളൊരു സംഭവമാണ് കേട്ടോ. കയ്യിലായിപ്പോയി ക്യാഷ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടുത്തെ ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ട്, അപ്പോൾ കയ്യിൽ ക്യാഷ് ഉള്ളവർ എന്താ ചെയ്യുക? അങ്ങനെ ഞങ്ങളത് വേണ്ട കാണണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ താഴേക്ക് പോയിട്ട് അവിടെയുള്ള വ്യൂ പോയിൻ്റ് കാര്യങ്ങളും 2-3 ഐസ്ക്രീമൊക്കെ തിന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഊഞ്ഞാല പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഐഷും പാത്തും ആച്ചുമോളൊക്കെ ഊഞ്ഞാലമ്മ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം അവരിരുന്ന് ആടണുണ്ടായിരുന്നു. പിന്നെ ആൾത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ നേരം ഫ്രീ ആയിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ പറ്റിയിട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ എന്താ പറയുക, നല്ല കിളികളുടെ സൗണ്ടും അതിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുടിലുകൾ, അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മലയിൽ നിന്ന് താഴേക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകണം കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് താഴേക്ക് വരുന്തോറും ഇങ്ങനെ പുകയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയുക. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ സാവധാനം നമ്മൾ താമരപ്പാടത്തേക്കാണ് കേട്ടോ പോയത്. ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം അതാണ് കേട്ടോ. അതുപോലത്തെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ ചെറുത്. പിന്നെ നമ്മളിതാ വെള്ളം കണ്ടപ്പോൾ ഒന്ന് കാല് നനച്ചില്ലെങ്കിൽ എങ്ങനെയെന്ന് ഓർത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കാലൊക്കെ കഴുകി. നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. അത് നമ്മളുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ താമരപ്പാടത്ത് പോയി. അവിടെയാണെങ്കിൽ നിറച്ച് ജമന്തി പൂക്കളായിരുന്നു കേട്ടോ. ഓറഞ്ച് കളറും അതുപോലെ തന്നെ മഞ്ഞ. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയലിലുള്ള ഫുള്ള് കാഴ്ചകളും ഒറ്റ ഇതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് വേറൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഈ പാടത്തിൻ്റെ നടുക്കുകൊണ്ടുവന്ന് ഈ ഒരു ആനേനെ നിർത്തിയതാരാന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ സൈഡിലൊക്കെ ഇരുന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതുപോലുള്ള കുടിലുകളിൽ കയറിയിരിക്കാൻ പറ്റും. പിന്നെ ഏകദേശം നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും വെയിൽ ഏകദേശം ആറി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലപോലെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ തിരിച്ചു പോവാണ് വേറെ സ്ഥലത്തോട്ടിട്ട്. ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വയൽ കണ്ടിട്ടുണ്ട്, നെല്ല് നടാൻ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ പിള്ളേർക്കൊന്നും വയലും കണ്ടിട്ടുണ്ടാവില്ല, അവരതിലൊന്നും